ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അങ്ങനെ സിദ്ധാർത്ഥ് പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. സിദ്ധാർത്ഥിന്റെ ഈ ഒരു മടങ്ങിവരവ് ഗീതാമ്മയും വിശ്വനാഥനും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും സ്തംഭിച്ചു നിന്നുപോയി. ഗീതാമ്മയുടെ മുഖത്ത് അത്യധികം ഭയം നിറഞ്ഞു. അവർ അവനെ നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചു. ആ സിദ്ധു, എന്തു പറ്റി മോനെ? പോകാം എന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് തിരികെ പോന്നത്? എന്തെങ്കിലും മറന്നോ? അവർ സംസാരിച്ചതൊന്നും തന്നെ അവൻ കേട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഗീതാമ്മ ഒന്നും അറിയാത്തതുപോലെ സിദ്ധാർത്ഥിനോട് ചോദിച്ചത്. അവന്റെ മുഖഭാവം കണ്ട് പെട്ടെന്ന് അവർ ഭയന്നു. വാ, ഇവിടെ ഇരിക്ക്, എന്നിട്ട് കാര്യം പറ സിദ്ധു. ഗീതാമ്മയുടെ വാക്കുകളിൽ വെപ്രാളം നിറഞ്ഞിരുന്നു. ഒപ്പം അവന്റെ കയ്യിൽ പിടിച്ച് അവർ അവനെ അകത്തേക്ക് കയറ്റാൻ നോക്കി. പക്ഷേ ഗീതാമ്മയുടെ കൈകൾ സിദ്ധാർത്ഥ് കുടഞ്ഞെറിഞ്ഞു. അമ്മ അഭിനയിക്കുന്നത് മതി. എന്താണ് നീലിമയ്ക്ക് പറ്റിയത്? നിങ്ങൾ എല്ലാവരും കൂടി അവളെ കൊലക്ക് കൊടുക്കുവല്ലേ? നിങ്ങൾ എന്താ ഒന്നും എന്നോട് പറയാത്തത്? മിണ്ടാതെ നിൽക്കാതെ പറഞ്ഞു തുറക്ക്. ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ടെന്തിനാ? അവൻ അമ്മക്ക് നേരെ ആക്രോശിച്ചു. ആ കേട്ട വാർത്ത അവനെ പൂർണ്ണമായിട്ടും ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. അവന്റെ ഭാവം കണ്ട് ഭയന്ന് ഗീത ഒരു പടി പിന്നിലേക്ക് മാറി. അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നു. പക്ഷേ വിശ്വനാഥന് അവന്റെ പ്രകടനങ്ങൾ കണ്ട് ദേഷ്യം തോന്നി. സിദ്ധു, വാക്കുകൾ മര്യാദക്ക് ഉപയോഗിക്കണം. ഇത് നിന്റെ അമ്മയാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും നിന്റെ ദോഷത്തിനല്ല, എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് ഇന്നെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്ന് അയാൾ കനത്ത സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് അദ്ദേഹത്തെ തണുത്ത ഒരു മിഴിയോടെ നോക്കി. അവന്റെ വാക്കുകളിൽ പരിഹാസവും വിഷമവും നിറഞ്ഞിരുന്നു. ഇവരെന്നെ ഉപദ്രവിക്കില്ല അല്ലേ? അവൻ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇവർ ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ അവളെ, എന്റെ നീലിമയെ നിങ്ങൾ വീണ്ടും വീണ്ടും വേദനിപ്പിക്കും. സത്യത്തിൽ അവൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ കാരണം അവളെ എനിക്ക് നഷ്ടമായി. ഞാൻ ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ അലഞ്ഞു. അവളോടുള്ള സ്നേഹം കാരണം ഞാൻ ഒരുപാട് വേദനിച്ചു. എന്നിട്ടും ഈ നിൽക്കുന്ന സ്ത്രീ എന്നെ ഉപദ്രവിച്ചില്ല എന്നല്ലേ? എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നി? നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ നാണം തോന്നുന്നില്ലേ? അത്രമേൽ വികാരഭരിതനായി ഇന്ന് വരെ ആരും തന്നെ സിദ്ധാർത്ഥിനെ കണ്ടു കാണില്ല. അവന്റെ കണ്ണുകളിൽ കോപം ആളിക്കത്തി. അവളെ നിങ്ങൾ തന്നെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. മുൻപിൽ നിൽക്കുന്നത് ആരാണെങ്കിൽ പോലും എന്റെ പ്രതികരണം മോശമായിരിക്കും, അവൻ അലറി. പ്രത്യേകിച്ചും നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എനിക്കൊരുവളെ സമ്മാനിച്ചല്ലോ, അതിനി ഒരിക്കലും നടക്കില്ല. ആ ഒരു കാര്യം അവൻ അവരെ ഓർമ്മിപ്പിച്ചു. ലാവണ്യമായിട്ടുള്ള തന്റെ വിവാഹം നടക്കാൻ അച്ഛനും അമ്മയും അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് വെച്ച് തന്നെ അവൻ ആ നിമിഷം വിലപേശിയത്. പിന്നെ ഒരു നിമിഷം പോലും അവൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നീലിമ സുരക്ഷിതയാണോ എന്ന് ആദ്യം അവൻ അറിയണം. അവൾക്കൊരു കുഴപ്പവുമില്ലെന്നറിയണം. ആ ഒരു നിമിഷം വരെ അവന് സമാധാനം കിട്ടില്ല. അവൾ ആ പാറക്കെട്ടിൽ നിന്ന് വീണ്ടും മരിച്ചു എന്ന ആ ഒരു വാർത്ത സിദ്ധാർത്ഥിന് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരിക്കലും സത്യമല്ല എന്ന് തന്നെ അവൻ വിശ്വസിച്ചു. അവൻ നെഞ്ചിൽ കൈവച്ച് തടവി. സഹിക്കാൻ കഴിയാത്തൊരു ഭാരം അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. നീലിമ, നീ എവിടെയാ? നനുത്തൊരു ചൂട് ശരീരമാകെ പൊതിഞ്ഞതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. സഹിക്കാൻ കഴിയാത്ത ഉഷ്ണത്തിൽ അവൻ നിന്ന് വിയർത്തു. എങ്കിലും അവൻ മുന്നോട്ട് തന്നെ നടന്നു. തന്റെ മകന്റെ തളർന്നുള്ള പോക്കിൽ ഗീതയുടെ നെഞ്ചുലർന്നു. അവർ അവനെ തടയാൻ തിടുക്കം കൂട്ടി. സിദ്ധു, അങ്ങനെയല്ല, എനിക്കങ്ങനെ ഒരു ഫോൺ കോൾ വന്നേ ഉള്ളൂ. അതിന്റെ സത്യാവസ്ഥ നമുക്കിപ്പോഴും അറിയില്ലല്ലോ. നോക്ക്, അവൾ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവളെ കണ്ടെത്താം. അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല സിദ്ധു. അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ? ഗീതാമ്മ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവന്റെ ആ ഒരു പോക്ക് അപകടത്തിലേക്കാണെന്ന് അവരുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. മതി, സിദ്ധാർത്ഥ് അവന്റെ കൈ ഉയർത്തി തടഞ്ഞു. അവന്റെ ശബ്ദം ശക്തമായി ഉയർന്നിരുന്നു. ആ കല്യാണം നടത്താൻ ഇനിയും നിങ്ങൾ കഷ്ടപ്പെടേണ്ട. അതൊക്കെ അവസാനിച്ചു. പിന്നെ നീലിമ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ആരെയും വെറുതെ വിടില്ല. അവളെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊള്ളാം. ഇനി ഞങ്ങളുടെ പിന്നാലെ വരാതിരുന്ന മാത്രം മതി. അവൻ അങ്ങനെ സംസാരിക്കുന്ന സമയം തന്നെ അവന്റെ ശബ്ദം ആ വീട്ടിലൊന്നാകെ മുഴങ്ങി. അത് കേട്ടപ്പോൾ വിശ്വനാഥന് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇനി നീ മിണ്ടരുത് സിദ്ധു. നിന്റെ അഹങ്കാരം ഇത്ര കൂടുന്നുണ്ട്. നീ എന്താ ഞങ്ങളുടെ ഭാഗം മാത്രം ചിന്തിക്കാത്തത്? എനിക്കും ഗീതക്കും നീ മാത്രമേ ഒരു മകനായിട്ടുള്ളൂ. നിന്റെ ജീവിതം നന്നായിരിക്കണമെന്നല്ലേ ഞങ്ങൾ ചിന്തിക്കൂ. നിന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെൺകുട്ടി നിന്റെ ഭാര്യയായിട്ട് വരണമെന്ന് ഞങ്ങൾ ചിന്തിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പറ. നാളെ നീയും ഒരിക്കൽ അച്ഛനാകും. അന്ന് നിന്റെ മകന്റെ കാര്യത്തിലും നിനക്ക് ഇതുപോലെ സംഭവിച്ചാലോ? അപ്പോഴേ ഞങ്ങളുടെ ഇപ്പോഴത്തെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിശ്വനാഥൻ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോയിരുന്നു. ഗീതാമ്മ തളർച്ചയോടുകൂടി തന്നെ സോഫയിലേക്ക് ഇരുന്നു. സിദ്ധാർത്ഥിന്റെ പരുഷമായ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അവർ സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടി കരയുമായിരുന്നു. വിശ്വേട്ടാ, ഇനി നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ മോൻ എന്താ നമ്മൾ തീരെ മനസ്സിലാക്കാത്തത്? അവർ വേദനയോടെ ചോദിച്ചു. ഞാൻ ഇതിൽ എന്ത് പറയാനാ ഗീതേ? ഇത് മുഴുവൻ നിന്റെ ആൾക്കാരുടെ പ്രശ്നമാണ്. അവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒട്ടും ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ഇനി ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും.
അവൾ പോകുമെന്ന് പറഞ്ഞ് അങ്ങ് ഇറക്കി വിട്ടാ മതിയായിരുന്നു, പിടിച്ചു വെക്കേണ്ടായിരുന്നു. നിന്റെ ഒരൊറ്റ തീരുമാനമാണ് ഇതിനെ ഇത്രത്തോളം വഷളാക്കിയത്. അല്ലെങ്കിലും ഇനി പോയ ബുദ്ധി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അയാൾ അമർഷത്തോടുകൂടെ പറഞ്ഞു. ഇത് കേട്ട് അവരുടെ സങ്കടം പിന്നെയും ഇരട്ടിച്ചു. അങ്ങനെയൊന്നും പറയല്ലേ വിശ്വട്ട, സിദ്ധു ഇങ്ങനെ വാശി കാണിക്കുന്നത് കൊണ്ടല്ലേ. അവൻക്ക് നമ്മൾ ഇന്നും മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലല്ലോ. അവൻ ലാവണ്യമോളെ വിവാഹം കഴിച്ച എന്താ പ്രശ്നം? എന്റെ ദൈവേ, ഇനി ഈ കല്യാണം എങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. പിന്നെ നാട്ടുകാരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ഒന്നോ രണ്ടോ ആളാണോ ഈ ലോകം മുഴുവൻ വിവാഹത്തിനായി കാത്തിരിക്കല്ലേ? ഇനി ആ വിവാഹം നടക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ വിശ്വേട്ട എന്നിങ്ങനെ ഗീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അന്നേരം എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ വിശ്വനാഥനും അതിനെ പറ്റിയിട്ട് തന്നെ ചിന്തിച്ചു നിന്നു. ഇതേ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിൽ നിസ്സഹായത നിറഞ്ഞ ആ ഒരു അവസ്ഥയിലായിരിക്കും യാത്ര ചെയ്യുന്നത്. അവനെ പിന്തുടർന്നുകൊണ്ട് തന്നെ മനീഷും ഉണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ അവർ നേരെ വീട്ടിലേക്കെത്തി. സിദ്ധാർത്ഥ് നേരെ സ്റ്റഡി റൂമിലേക്കാണ് പോയത്. അപ്പോഴേക്കും മനീഷ് അവന്റെ മുന്നിലെത്തി. സിദ്ധാർത്ഥ് തിടുക്കത്തിൽ 1-2 ഫോൺ കോൾ ചെയ്തു. ഡാർക്ക്നെറ്റിൽ നിന്നും വന്നിട്ടുള്ള ചില CCTV വിഷ്വൽ നോക്കി. അതിനുശേഷം അവൻ നേരെ മനീഷിനെ നോക്കി. മനീഷ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഗാർഡ്സിന് ഒരു മെസ്സേജ് കൊടുക്കണം. നീലിമ താമസിച്ച വീടിന്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് മാറി അവിടെ ഒരു മലഞ്ചെരിവുണ്ട്. അതുവഴി അങ്ങോട്ടേക്ക് പോവാൻ അവരോട് പറ. സിദ്ധാർത്ഥ് അങ്ങനെ നിർദ്ദേശിക്കുന്ന സമയത്തിന് മനീഷിനൊന്നും തന്നെ മനസ്സിലായില്ല. ഇതെന്താ പെട്ടെന്നൊരു തീരുമാനം? എന്താ ബോസ്? മനീഷ് അല്പം ആശങ്കയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞത് നീലിമയെ അവിടെ വെച്ചാണ് അവസാനമായി കണ്ടത്. ഹൈവേയിൽ വെച്ചാണ് അവൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായത്. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മുടെ ആളുകളോട് എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് അവളെ കണ്ടെത്താൻ പറയണം. പ്രത്യേകിച്ച് അവളെ മറ്റാരെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുൻപേ തന്നെ എനിക്ക് അവളെ വേണം. സിദ്ധാർത്ഥ് അങ്ങനെ കർശനമായി പറഞ്ഞിട്ട് അവിടെ നിന്നും നേരെ ആ ഒരു മലഞ്ചെരുവിലേക്ക് പോയി. ഇതേ സമയത്ത് തന്നെ മനീഷ് ഗാർഡ്സിന് നിർദ്ദേശം നൽകി. സിദ്ധാർത്ഥിന് പിന്നാലെ തന്നെ മനീഷും ഉണ്ടായിരുന്നു. മലഞ്ചെരുവിലും സമീപ പ്രദേശത്തുമെല്ലാം തന്നെ അവന്റെ ഗാർഡ്സ് എല്ലാം തന്നെ നീലിമയെ തെരഞ്ഞ് അവിടേക്ക് നടന്നു. എത്രയൊക്കെ തിരഞ്ഞിട്ടും അവിടെയൊന്നും അവളെ കണ്ടെത്താനൊന്നും അവർക്കൊന്നും ആയില്ല. 3 മണിക്കൂറിലധികം അവരെല്ലാവരും നീലിമയെ അന്വേഷിച്ചു നടന്നു. സിദ്ധാർത്ഥിന്റെ ഗാർഡുകൾക്ക് പുറമെ അവിടെ ഡാർക്ക് നെറ്റിൽ നിന്നുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം അവരിൽ നിന്നും സിദ്ധാർത്ഥ് ഒരു നിർദ്ദേശം ലഭിച്ചു. ബോസ്. മനീഷ് ബഹുമാനത്തോടെ അവനെ വിളിച്ചു. പക്ഷേ മറുപടി നൽകാതെ അവന്റെ കണ്ണുകൾ ചുറ്റും ഓടി നടക്കുന്നുണ്ടായിരുന്നു. മനീഷ് എന്ത് പറയണമെന്നറിയാതെയായി. സിദ്ധാർത്ഥ് നല്ലൊരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരണം വളരെ മോശമായിരിക്കുമെന്ന് അവൻ ഭയന്നു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ മനീഷ്. മനീഷിന്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കിയതുപോലെ സിദ്ധാർത്ഥ് അവനെ നോക്കി പറഞ്ഞു. നീലിമ മേഡത്തെ ഒരു കാറ് തട്ടിയതാണോ? ഹൈവേയിൽ വെച്ച് തന്നെയാണത്. പക്ഷേ റോഡിന്റെ മറുഭാഗത്ത് ഒരു ചെരിവുണ്ട്. മാഡം അങ്ങോട്ടേക്ക് വീണുപോയി കാണും. പക്ഷേ അവിടെയൊക്കെ നോക്കിയിട്ടും മാഡത്തെ കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. മനീഷ് വളരെയധികം ഭയത്തോടെ പറഞ്ഞു. ഈ ഒരു ആക്സിഡന്റ് മനഃപൂർവ്വമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാഡത്തെ ലക്ഷ്യമാക്കിയതുപോലെയാണ്. മനീഷ് ആശങ്കയോടെ വീണ്ടും പറഞ്ഞു. സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണല്ലേ? എന്നാലും ആരായിരിക്കും അത് ചെയ്തതെന്നിങ്ങനെ സിദ്ധാർത്ഥ് പല്ലുറുമിക്കൊണ്ട് ചോദിച്ചു. മനീഷ് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞില്ലേ, സംശയം മാത്രാണ്. യഥാർത്ഥത്തിൽ ഒന്നും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കി. അവൻ ഭയത്തോടുകൂടെ തല താഴ്ത്തി. സിദ്ധാർത്ഥിന്റെ ദേഷ്യം ന്യായമാണെന്ന കാര്യം മനീഷിന് മനസ്സിലായി. അച്ചുവിനോടും നീലിമയോടും ആരാണ് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്? സിദ്ധാർത്ഥിനെ പോലെ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി അവരുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇതുപോലെയൊക്കെ അവർ ചെയ്യണമെങ്കിൽ എന്തിനാണെന്ന് മനസ്സിലാവാത്തത്? ബോസിന്റെ ബലഹീനത നീലിമയാണെന്ന് അറിയുന്ന ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്തത്? പക്ഷേ അവർ ഈ ചെയ്യുന്നതെല്ലാം തന്നെ അവരുടെ നാശത്തിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനീഷ് ചിന്തിച്ചു. ബോസ് വിഷമിക്കരുത്. നമുക്ക് ഉടനെ തന്നെ മാഡത്തെ കണ്ടെത്താം. അതുവരെ ബോസ് കാറിൽ പോയിട്ട് റെസ്റ്റ് എടുക്കൂ. കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാമെന്ന് പറയും. പക്ഷേ മനീഷ് പറയുന്നതൊന്നും തന്നെ സിദ്ധാർത്ഥ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ വേദനയോട് കൂടി തന്നെ അവൾക്കായി തേടുകയായിരുന്നു. ബോസ് പോയി റെസ്റ്റ് എടുക്കുന്നിങ്ങനെ മനീഷ് ഒരിക്കൽ കൂടി പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് പെട്ടെന്ന് ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു. തൽക്കാലം എന്നെക്കുറിച്ച് ആരും വിഷമിക്കണ്ട, തിരച്ചിൽ നടക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്നിങ്ങനെ സിദ്ധാർത്ഥ് ഗൗരവത്തോടുകൂടെ പറഞ്ഞു. മനീഷിന് പിന്നെ അതിനെ എതിർത്ത് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. വേദനയോടെ തന്നെ അയാൾ സിദ്ധാർത്ഥിൽ നിന്നും മാറി നിന്നു. അതിനുശേഷം ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകി. രാത്രി ഏറെ വൈകിട്ടും അവർക്കാർക്കും തന്നെ നീലിമയെ കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. അവളെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചില്ല. ആ ദിവസം പതിയെ അങ്ങ് കടന്നുപോയി. സിദ്ധാർത്ഥിന്റെ മുഖത്തെ ഗൗരവം പതിയെ ഇല്ലാതായി. അവിടെ നിരാശ നിഴലിച്ചു. മനീഷ് വന്നു പറഞ്ഞിട്ട്, ബോസ് ഇനി ഒരു അല്പനേരം റെസ്റ്റ് എടുക്ക്, അല്ലെങ്കിൽ ബോസിന്റെ ആരോഗ്യത്തെ അത് നന്നായിട്ട് ബാധിക്കുമെന്ന് പറയും. അപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, എന്നെ പറ്റി ചിന്തിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മനീഷ്? സംസാരിച്ച് നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവളെ തേടാൻ നോക്ക്. സിദ്ധാർത്ഥ് അങ്ങനെ ദേഷ്യത്തിൽ പറയും. മനീഷ് വീണ്ടും നിരാശനായിരുന്നു. കാരണം സിദ്ധാർത്ഥിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ ആ തിരച്ചിൽ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. മലഞ്ചെരുവിലെ കുത്തനെയുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ കാട്ടുവഴിയിലും എല്ലാവരും എല്ലാ ഭാഗത്തും അന്വേഷിച്ചു. ഉച്ചവെയിൽ കഠിനമായി. സിദ്ധാർത്ഥ് തീർത്തും വിയർപ്പിൽ കുതിർന്നിരുന്നു. ആ സമയം അവന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലും അവൻ അറിയുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല.
പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഹോട്ടൽ റൂമുകളിലെല്ലാം തന്നെ സിദ്ധാർത്ഥിന്റെ ആളുകൾ ചെന്ന് അവിടെയെല്ലാം തന്നെ നീലിമയെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷെ നീലിമ അവിടെയൊന്നും ചെന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിലും അവർ അന്വേഷിച്ചു. കാരണം അവന്റെ മനസ്സ് മുഴുവൻ നീലിമയിലായിരുന്നു. അവൾ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും? ഇനി ഒരു പക്ഷെ അവൾ ആരെങ്കിലും രക്ഷിച്ചിട്ടുണ്ടാവോ? ഇല്ലെങ്കിൽ അവൾ ഇപ്പോൾ ഈ കാട്ടിൽ ഒറ്റക്കായിരിക്കില്ലേ? ശരീരത്തിന് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേദനിക്കുന്നുണ്ടാവില്ലേ? രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ലേ? അവന്റെ നെഞ്ചിൽ സഹിക്കാൻ കഴിയാതെ അത്രമാത്രം വേദന പടർന്നു. ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയെ സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. അന്നേരം അവന്റെ ഹൃദയമിടിപ്പ് പോലും നിലച്ചൊരവസ്ഥയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടെങ്കിൽ പോലും അതൊന്നും തന്നെ അവൻ അറ്റൻഡ് ചെയ്തില്ല. 24 മണിക്കൂറുള്ള തുടർച്ചയായിട്ടുള്ള അന്വേഷണം അവനെ ആകെ അവശനാക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ തല ചുറ്റുന്നതുപോലെ തോന്നി. സിദ്ധാർത്ഥ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുൻപേ തന്നെ അവൻ കുഴഞ്ഞു നിലത്തേക്ക് വീണിരുന്നു. ബോസ്! ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ മനീഷ് ഉറക്കെ നിലവിളിച്ചു പോയി. എല്ലാവരും തിരിഞ്ഞു നിന്ന് സിദ്ധാർത്ഥിനരികിലേക്ക് ഓടി വന്നു. മനീഷ് വേഗത്തിൽ സിദ്ധാർത്ഥിനരികിൽ എത്തിയിരുന്നു. അവൻ തിടുക്കത്തിൽ സിദ്ധാർത്ഥിനെ താങ്ങി പിടിച്ച് നേരെ ഇരുത്താൻ ശ്രമിച്ചു. ബോസ് ഓക്കെയല്ലേ? അവൻ ആദ്യോട് കൂടി തന്നെ സിദ്ധാർത്ഥിനെ തട്ടി വിളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ഒപ്പം തന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനോട് വേഗം അരികിലേക്ക് എത്താനും പറഞ്ഞു. സിദ്ധാർത്ഥ് പറഞ്ഞത് ഞാൻ ഓക്കെയാണ്, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ജോലി ചെയ്യേ. സിദ്ധാർത്ഥ് അവന്റെ ആ ഒരു അവസ്ഥയിലും വാശിയോടുകൂടെ പറഞ്ഞു. അവിടെ നിന്നും പയ്യെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ പൂർണ്ണമായും ബോധം നഷ്ടമായൊരവസ്ഥയിൽ സിദ്ധാർത്ഥ് അവിടെ നിന്നും മറിഞ്ഞ് നിലത്തേക്ക് വീണു. അങ്ങനെ മനീഷിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പെട്ടെന്ന് ബോധരഹിതനായിട്ട് അവിടെ നിന്ന് താഴേക്ക് വീഴുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.